ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ മലബാറിലെ സീറ്റ് കുറവാണെന്നുള്ള മുദ്രാവാക്യം സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ്, രണ്ടാമത്തെ അലോട്ട്മെൻറ്റ്, മൂന്നാമത്തെ അലോട്ട്മെൻറ്റും കൂടെ കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിട്ടുള്ളത്. SSLC പരീക്ഷ പാസ്സാവുന്നവർ പ്ലസ് 1 മാത്രമല്ല ചേരുന്നത്. കഴിഞ്ഞ വർഷം മറ്റ് ITI കോഴ്സുകൾക്കും പോളിടെക്നിക് കോഴ്സുകൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾക്കൊക്കെ ചേർന്നതിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ആ കണക്കെടുത്തുകൊണ്ട് വന്നിട്ടില്ല. അതെല്ലാം ഇതിൽ നിന്ന് പോകുന്ന കുട്ടികളാണ്. അതുപോലെ സ്കോൾ കേരള നടത്തുന്ന പിന്നെ കോഴ്സുണ്ട്. ആ കോഴ്സിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ ചേർന്ന മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഒരു കാര്യം കൂടി ചെയ്തത്, കഴിഞ്ഞ വർഷം പിന്നെ സീറ്റുകൾ ശതമാനം വർദ്ധിപ്പിച്ചു, പുതിയ ബാച്ചുകൾ ആരംഭിച്ചു. അതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു വലിയ നമ്പർ വന്നായിരുന്നു. കഴിഞ്ഞ വർഷം വരെ നടന്നത് 1 അലോട്ട്മെൻറ്റ്, 2 അലോട്ട്മെൻറ്റ്, 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അധികമായിട്ടുള്ള സീറ്റുകൾക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തിയത്. ഇപ്രാവശ്യം അധികമായി അനുവദിക്കപ്പെട്ട സീറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 1 അലോട്ട്മെൻറ്റ് തന്നെ നടത്തിയിട്ടുള്ളത്. ഇവിടെ 1 അലോട്ട്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ മലബാറിലെ ക്ഷാമമാണെന്നുള്ള നിലയിലുള്ള പ്രചരണം നടത്തുകയാണ്. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. മലബാർ മേഖലയിൽ ഹയർ സെക്കൻഡറി SSLC പാസ്സായി 1ാം വർഷ ഹയർ സെക്കൻഡറിക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. അതിനുവേണ്ടി ഇനിയിപ്പോൾ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള സൂചിപ്പിക്കുകയാണ്. എന്ത് രാഷ്ട്രീയം കളിച്ചാലും 1 അലോട്ട്മെൻറ്റ്, 2 അലോട്ട്മെൻറ്റ്, 3 അലോട്ട്മെൻറ്റും കഴിഞ്ഞ് അടുത്ത പിന്നെ വീണ്ടും ആപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ, അപേക്ഷകരുണ്ടെങ്കിൽ അതിൽ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ ആ രാഷ്ട്രീയ കളി അവസാനിക്കും. അല്ലെങ്കിൽ പിന്നെ 1 അലോട്ട്മെൻറ്റിൻ്റെ പിന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സീറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ ഞാൻ റിസൾട്ട് പ്രഖ്യാപിച്ച അവസരത്തിൽ ഓരോ ജില്ലയ്ക്കുള്ള ടോട്ടൽ സീറ്റ് ജയിച്ച കുട്ടികളുടെ എണ്ണമൊക്കെ തന്നെ പറഞ്ഞതാണല്ലോ. ചെറിയ വ്യത്യാസം മലപ്പുറം ജില്ലയിലുണ്ട്, വരുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടും. അന്തരം എത്ര ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എത്ര 1/2 ലക്ഷത്തിൽ വെറുതെ പത്രക്കാർ, പിന്നെ ചില പത്രക്കാർ ബോധപൂർവം പറഞ്ഞു വരുത്തുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ പ്രശ്നങ്ങളിൽ ഗവൺമെൻറ്റും നാട്ടുകാരും PTയും പഞ്ചായത്തും ഒക്കെ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലോ. ഏതെങ്കിലും ഒരു സ്കൂളിൽ 14,000-ഓളം വരുന്ന സ്കൂളുള്ളതിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ നാട്ടുകാരും PTയിലും ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണും. ആ ബാർക്കോഴ എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമായ ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രി MB രാജേഷും ഇത് പച്ച നുണയാണെന്നും വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും പറയുക മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മന്ത്രി DGPക്ക് പരാതി കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് ഞങ്ങളെ ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഏതോ കോണുകളിൽ നിന്ന് പടച്ചുണ്ടാക്കിയ നുണക്കഥ മാത്രമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ മഴ പെയ്താലും എൻ്റെ കുഴപ്പം LDF, മഴ പെയ്തില്ലെങ്കിൽ എൻ്റെ കുഴപ്പം പിന്നെ LDF എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് അവർ ഏറ്റെടുത്തില്ലെങ്കിൽ അതിശയമുള്ളൂ. ആരാ ചോദിച്ചത്? ഇപ്പോൾ VD സതീശൻ ആദ്യത്തിന് വീടൊന്ന് പരിശോധിച്ച് നോക്കണം, അവിടെ ഉണ്ടോ എന്നുള്ളവർ.
അന്ന് പറഞ്ഞതല്ലേ, അന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ, ഒരുപാട് മാറ്റം രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടില്ലേ? അല്ല, അതുവരെ ജോസ് കെ മാണിയോട് ചോദിക്കേണ്ട കാര്യമാണ്.